ഇന്നെല്ലാവരും വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ ഈ വാലന്റൈൻസ് ഡേയുടെ പുറകിലുള്ള സ്റ്റോറി? പലരും വാലന്റൈൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ സ്റ്റോറി ഒന്നും അറിയാതെ ആയിരിക്കും. എന്തിനു വേണ്ടിയാണ് ഈ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ആരാണ് ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയൊന്നും അറിയാതെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ടൊക്കെ കണക്കാക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ വാലന്റൈൻസ് ഡേയുടെ പുറകിലുള്ള സ്റ്റോറി എന്താണെന്ന്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഈ വാലന്റൈൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പണ്ട് റോമായിരുന്നു ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യമെന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ എംപറർ ആയിരുന്നു ലോകത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. റോം ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യമാണെങ്കിലും അവിടെ എപ്പോഴും യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. അവിടുത്തെ ആ സമയത്തെ എംപറർ ക്ലൗഡിയസ് സെക്കൻഡ് എന്ന് പറയുന്ന ആളായിരുന്നു. അപ്പോൾ ആൾക്ക് തോന്നി ഇവിടുത്തെ സോൾജേഴ്സ് ഒന്നും ആത്മാർത്ഥമായിട്ടല്ല യുദ്ധം ചെയ്യുന്നതൊന്നും, അവർക്ക് അവരുടെ ഫാമിലിയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് എംപററിന് തോന്നി. അപ്പോൾ എംപറർ ഒരു നിയമം പുറപ്പെടുവിച്ചു, ഇനി ഇവിടെയുള്ളവർ ആരും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ആ രാജ്യത്തെ എല്ലാ യുവതി യുവാക്കളും ഭയങ്കര വിഷമത്തിലായി, കാരണം അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടെ വാലന്റൈൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അതൊരു പ്രീസ്റ്റായിരുന്നു. ആ വാലന്റൈൻ ഒരു കാര്യം ചെയ്തു, ഇങ്ങനെ സ്നേഹത്തോടെ കഴിയുന്ന എല്ലാ യുവതി യുവാക്കളെയും ഒന്നിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ രാത്രി സമയങ്ങളിൽ ഈ വാലന്റൈൻ ഇവരുടെ കല്യാണം നടത്തി കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ ഒറ്റിക്കൊടുത്ത് ഈ വാലന്റൈൻ്റെ സ്റ്റോറി എംപറർ അറിയുന്നു. അങ്ങനെ എംപറർ വാലന്റൈനെ പിടിച്ച് ജയിലിലാക്കുന്നു. ജയിലിലായ സമയത്ത് അവിടുത്തെ ജയിലറിന് ഒരു മകളുണ്ടായിരുന്നു. അവൾ വളരെ സുന്ദരിയായിരുന്നെങ്കിലും അവൾക്ക് കാഴ്ചശക്തിയില്ലായിരുന്നു. ഈ ജയിലർ വാലന്റൈൻ്റെ സ്റ്റോറിയൊക്കെ അറിഞ്ഞ് വാലന്റൈൻ ഒരു പ്രീസ്റ്റാണെന്ന് മനസ്സിലായപ്പോൾ ഈ ജയിലർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വാലന്റൈനോട് പറഞ്ഞു എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ വാലന്റൈൻ ആ കുട്ടിയോട് സംസാരിക്കുകയും അവൻ്റെ കെയറിങ് ഒക്കെ കാരണം ആ കുട്ടിക്ക് അവളുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നു. ആ ജയിലറിൻ്റെ മകളുടെ പേര് ജൂലിയ എന്നായിരുന്നു. ഈ സംഭവങ്ങളൊന്നും എംപററിൻ്റെ മനസ്സ് മാറ്റിയില്ല. എംപറർ ലാസ്റ്റിൽ തീരുമാനിച്ചു വാലന്റൈനെ കൊന്നുകളയാൻ വേണ്ടി. ആ തൂക്കിലേറ്റുന്നതിൻ്റെ തലേ ദിവസം രാത്രി വാലന്റൈൻ ഒരു കത്തെഴുതി. അത് ജൂലിയയ്ക്ക് വേണ്ടി എഴുതിയ ഒരു കത്തായിരുന്നു. അതിൽ ജൂലിയയോട് നന്നായി ജീവിക്കാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററായിരുന്നു. അതിൻ്റെ ലാസ്റ്റിൽ വാലന്റൈൻ ഇങ്ങനെയാണ് എഴുതിയത്: ഫ്രം യുവർ വാലന്റൈൻ. നമ്മളെപ്പോഴും എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത്. പക്ഷേങ്കിൽ അതിൽ ഇനിയും അടുത്ത വർഷം തൊട്ട് നിങ്ങൾ അങ്ങനെയൊന്ന് എഴുതി നോക്കൂ, ഫ്രം യുവർ വാലന്റൈൻ. അതല്ലേ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത്. അങ്ങനെയാണ് വാലന്റൈൻ ആ കുട്ടിക്ക് എഴുതി കൊടുത്തത്. അങ്ങനെയാണ് പിൽക്കാലത്ത് എല്ലാവരും വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് ലവേഴ്സിന് മാത്രമായിട്ടുള്ളതല്ല. ഈ സ്റ്റോറി നമ്മളെ കാണിക്കുന്നത് ഒരു കൈൻഡ്നെസ്സിൻ്റേതും ഒരു സാക്രിഫൈസിൻ്റേതും ഒക്കെ ഒരു സ്റ്റോറിയാണ്.